മാഷേ, നക്കി തിന്നാൻ നല്ലുപ്പില്ലാത്ത അവസ്ഥയിലാണ് കേരളം. കടക്കണി, ക്ഷേമ പെൻഷനുകൾ മുടങ്ങി, ശമ്പളം കൊടുക്കാനുള്ള പണം പോലും സർക്കാരിൻ്റെ കയ്യിൽ ട്രഷറിയിൽ ഇല്ല. വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി, ഗുരുതരമാണ് സ്ഥിതി. അപ്പോഴാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വായ്പ, ശരിക്കും പറഞ്ഞാൽ പലിശരഹിത വായ്പയാണ്, 50 വർഷത്തേക്ക് പലിശ കൊടുക്കണ്ട, 1059 കോടി രൂപ കേരളത്തിലേക്ക് വരികയാണ്. അതിൽ 795 കോടി വിഴിഞ്ഞത്തും 264 കോടി നമ്മുടെ കൊച്ചി മെട്രോയ്ക്കുമാണ്. മാഷ് ഇതിനെ എങ്ങനെ രാഷ്ട്രീയമായിട്ട് ഇതിനെ പരിശോധിച്ചാൽ മാഷിന് എന്താണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു ഇത് കേരളത്തിൻ്റെ വികസനത്തിൽ അർഹമായ വിഹിതം അല്ലെങ്കിൽ അർഹമായ അത്ര സഹായം പ്രോപ്പർ ചാനലിൽ ആവശ്യപ്പെട്ടാൽ ഒരു ബഹളവും കലാപവും ഉണ്ടാക്കാതെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് അനുഭാവപൂർവ്വം പരിഗണിക്കുകയും അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് വേണം കാണാൻ. ഇത് ഈ 2 സ്കീമും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ 2 സ്കീമും കേരളത്തിൻ്റെ വികസനത്തിൽ വലിയ നാഴികക്കല്ലായി പിണറായി വിജയൻ്റെ ഗവൺമെൻറ് കൊണ്ടാടിയതാണ്. ഒന്ന് വിഴിഞ്ഞം പോർട്ടാണ്, അതിൻ്റെ 1ാം ഘട്ടം ഉദ്ഘാടനം കഴിഞ്ഞതാണ്. ഇനി അതിൻ്റെ ഫൈനൽ റീച്ചിലേക്ക് പോവുകയാണ്. ആ സമയത്തേക്ക് കേരളത്തിന് ഫണ്ട് കുറവുണ്ട് എന്ന് അവർക്കറിയാം. അപ്പോൾ കേരളത്തിൻ്റെ വിഹിതമായിരിക്കും ഇതിൽ കുറവുണ്ടാവുക. കേരളം പ്രതിസന്ധിയിലാണെന്ന് കേന്ദ്രത്തിന് അറിയാം. ആ സമയത്താണ് വായ്പയായിട്ട് വലിയ സംഖ്യ അല്ലേ 795 കോടി എന്ന് പറഞ്ഞാൽ ഏതാണ്ട്. അതായത് മാഷേ, ഇത് 4 ഘട്ടങ്ങളിലായിട്ടാണ് വിഴിഞ്ഞം തീർക്കേണ്ടത്. അതിലിപ്പോൾ ശരിക്കും ഹാർബർ, നമ്മുടെ ഈ തുറമുഖം 2 ഘട്ടങ്ങളായിട്ട് പൂർത്തിയാവും. എനിക്ക് തോന്നുന്നു ഈ ഡിസംബറിൽ കുറെ കൂടെ അതിൽ വലിയ ഇത് വരികയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇരിക്കട്ടെ. പിന്നെ ഈ 795 കോടി രൂപ വിഴിഞ്ഞത്തിന് വേണ്ടി മാത്രം ചെലവഴിക്കാൻ നമുക്ക് സാധിക്കും, 800 കോടിയോളം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് കേന്ദ്ര സർക്കാർ ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ സംസ്ഥാന സർക്കാരിന് വികസന കാര്യങ്ങൾക്ക് വേണ്ടി എടുത്ത് ചെലവഴിക്കാൻ ഒരുപാട് പണം കൈവശമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എടുത്തിരിക്കുന്ന ഒരു സ്റ്റെപ്പാണ്, ഒരു ചുവടുവയ്പ്പാണ് ഇത് എന്നാണ് എനിക്ക് കേരള വികസനത്തിൽ ഒരു വലിയ മാന്യമായിട്ട് ചോദിച്ചാൽ അവർ തരും. അതെ, അതിന് പകരം പലപ്പോഴും പ്രതിപക്ഷം തന്നെ ഉന്നയിക്കുന്ന ഒരു വലിയ ആരോപണം ഞാൻ കേട്ടു. കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ പിന്നെ BJPയുടെ നേതാക്കളും ഉൾപ്പെടെ പലപ്പോഴും പറഞ്ഞു കേട്ടുള്ള ഒരു കാര്യം, കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് വാങ്ങാൻ ആവശ്യമായ നടപടിക്രമങ്ങളുണ്ടല്ലോ, സ്വാഭാവികമായിട്ടും അതിനാവശ്യമായ പ്രോജക്റ്റുകൾ കൊടുക്കുക, അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുക, ആവശ്യമായ റിക്വയർമെൻറ്റ്സ് എത്തിക്കുക, അത് പൂർത്തിയാക്കുന്നതിൽ പരാജയപ്പെടുന്നതുകൊണ്ടാണ് പലപ്പോഴും കിട്ടാത്തതെന്ന് പറയുന്നുണ്ട്. എന്തായാലും അത്തരം ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തടത്ത് വളരെ അനായാസമായി കിട്ടിപ്പോരുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണത്. അപ്പോൾ അത് ഒരു ഘടകമാണ്. 2, കേരളത്തിൻ്റെ വായ്പാ പരിധി ഉയർത്തണം എന്നാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഡിമാൻഡ്. അപ്പോൾ ആ വായ്പാ പരിധിയിൽ പെടുത്താതെ തന്നെ അത് പെൻഡിങ്ങിലാണ്. പലപ്പോഴും അനുവദിക്കുകയും ബാക്കിയുള്ളതിന് പെൻഡിങ്ങിൽ ഇപ്പോഴും അതിൻ്റെ ഡിസ്കോഴ്സ് അല്ലെങ്കിൽ അത്തരം കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ആ സമയത്താണ് ആ റിക്വയർമെൻറ്റിലൊന്നും പെടാത്ത, ആ ഡിമാൻഡിൽ പെടാത്ത ഈ എമൗണ്ട് 1060 അതെ 1060 കോടിയോ അല്ലേ, 1059 കോടി. അതിൽ ഒന്ന് വിഴിഞ്ഞം പോർട്ടാണ്. ഞാൻ പറയുന്നത് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് കൊണ്ടാടിയ ആഘോഷിക്കപ്പെട്ട ഒരു സാധനമാണ്. 2, കേരളം ഭരിച്ച, ഒരിക്കലും BJP ഭരിച്ചിട്ടില്ലല്ലോ കേരളം. UDF ഗവൺമെന്റിൻ്റെതായാലും LDF ഗവൺമെന്റിൻ്റെതായാലും അഭിമാനകരമായ നേട്ടങ്ങളിൽ ഒന്നാണ് കേരയിൽ. ഐ മീൻ കേരളയിലല്ല, കൊച്ചിൻ മെട്രോ. അപ്പോൾ കൊച്ചിൻ മെട്രോക്കാണ് 264 കോടി കൊടുക്കുക എന്ന് പറയുന്നത്. കൊച്ചി മെട്രോ ഇനിയും എക്സ്റ്റൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാക്കനാടേക്ക് ഒരു പാത വേണം, അതുപോലെ ഇത് ആലുവയിൽ നിന്ന് മുന്നോട്ട് വീണ്ടും ദീർഘിപ്പിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ആവശ്യമുണ്ട്. ഇപ്പം നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഒരിത് വെച്ചിട്ടുണ്ട്. അത് കൊച്ചി മെട്രോ നമുക്ക് നെടുമ്പാശ്ശേരി വരെ ആദ്യത്തെ സ്റ്റെപ്പ്, ആലുവയിൽ നിന്ന് അത് ബുദ്ധിമുട്ടില്ല, 1ാം ഘട്ടമായിട്ട് നീക്കണം. അത് കഴിഞ്ഞ് പിന്നെ അത് തൃശ്ശൂരേക്ക് കൊണ്ടുവരണം, എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എന്തായാലും നെടുമ്പാശ്ശേരി വരെ അത് മിനിമം എത്തേണ്ടതാണ്. എല്ലാ നിലക്കും യാത്രക്കാർക്കൊക്കെ വലിയ ഉപകാരം. പിന്നെ ഇപ്പുറത്ത് ഈ നെടുമ്പാശ്ശേരിയിൽ ഒരു ഭൂഗർഭ പാത, മുകളിൽ കൂടെ പോകുന്നതല്ല, ഭൂഗർഭ പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള പഠനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് എനിക്ക് തോന്നുന്നു അധികം വൈകാതെ തന്നെ സമർപ്പിക്കപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായ
അതിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് വിവരം ലഭ്യമല്ല. പക്ഷേ വളരെ വൈകാതെ തന്നെ അത് പിന്നെ റിപ്പോർട്ടുകൾ പിന്നെ മുഖ്യമന്ത്രിയുടെയും മറ്റും ടേബിളിലെത്തും. അതെ അതെ, അതിന് മറ്റു കാര്യങ്ങൾ വരട്ടെ, നമുക്ക് നോക്കാം. എന്തായാലും ഈ സമയത്ത് കൊച്ചിൻ മെട്രോക്ക് ഏറ്റവും കൂടുതൽ കൊച്ചിൻ മെട്രോയുടെ വികസനത്തിന് രണ്ടാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാശ് ആവശ്യമുള്ള സമയത്താണ് കേരള ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണമില്ല എന്ന് മനസ്സിലാക്കി കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ 2 അഭിമാന പദ്ധതികൾക്കാണ് ഒരു ഒച്ചപ്പാടും ഉണ്ടാക്കാതെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടാണ്, കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത്, മീഡിയ പോലും അറിയുന്നത്. ആരും ആവശ്യപ്പെട്ടതോ ബഹളം വെച്ചതോ അല്ലെങ്കിൽ അതിനുവേണ്ടി കെ വി തോമസ് സാറ് അവിടെ കിടന്ന് സമ്മർദ്ദം ചെലുത്തിയതോ ഒന്നും നമ്മൾ വായിച്ചിട്ടില്ല. അതിനുവേണ്ടി MP-മാർ പോയി പ്രക്ഷോഭം നടത്തിയതും കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ചോദിക്കാതെ തന്നെ, പലപ്പോഴും ബഹളം വെക്കാതെ തന്നെ, കരയാതെ തന്നെ കുട്ടിക്ക് വേണ്ടത് ആവശ്യമുള്ള നേരത്ത് കൊടുക്കുന്ന ഒരു സമീപനം കൂടി, ഇങ്ങനൊരു മുഖം കൂടി കേന്ദ്ര ഗവൺമെന്റിന് ഉണ്ട് എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം മാഷേ, ഈ അനാവശ്യമായി ഇതിപ്പോൾ മറ്റൊരു സംഗതി ഞാൻ പറയാം, മാഷിനും അറിയുന്നതാണ്. ഈ സമയത്തിന് കണക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു വലിയ ഗുരുതരമായ കൃത്യവിലോപം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് ഓഡിറ്റ് വകുപ്പും കേന്ദ്ര സർക്കാരും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന് വേണ്ടി വരുന്ന തുക ഒരു കാരണവശാലും അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇത് ഒന്നാമതേ പൊതുവിദ്യാഭ്യാസം വളരെയധികം ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഒരു കാലയളവ് നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യാസമുണ്ട്, കയറി വരുന്നുണ്ട്. അത് കേന്ദ്രത്തിൻ്റെ കൂടെ സഹായം കൊണ്ടാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് എത്ര കണ്ട് അറിയും എന്ന് സംശയമുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ നിർവഹിക്കേണ്ട അവരുടെ കടമ കൃത്യമായി കണക്കെങ്കിലും കൊടുക്കണ്ടേ. നിങ്ങൾ കേന്ദ്രം തന്ന പൈസയാണെന്ന് പറയണ്ട, പക്ഷേ ഈ കൃത്യമായ കണക്കുകൾ, പണം എവിടെ ചെലവഴിച്ചു, എത്ര ചെലവഴിച്ചു, എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതിൻ്റെ കണക്കെങ്കിലും കൃത്യമായിട്ട് കൊടുക്കണ്ടേ. ഇതൊക്കെ ഓഡിറ്റ് ഉള്ളതല്ലേ. കേന്ദ്ര സർക്കാരിനും ഇത് ഓഡിറ്ററുടെ മുമ്പിൽ, ഇത് CNDG-ക്ക് മുമ്പിൽ ചെല്ലേണ്ട കണക്കുകളാണ് അല്ലേ. നാളെ ഇത് ചോദ്യം വന്ന പാർലമെൻറ്റിൽ അവരെന്ത് ഉത്തരം പറയും? ഇതൊന്നും ചിന്തിക്കാതെ കൃത്യമായിട്ട് സമയത്തിന് കാര്യങ്ങൾ ചെയ്യാതെ കൃത്യവിലോപം വരുത്തിയിട്ട് കിടന്ന് കരയുകയാണ് കേരളം. അങ്ങനെ ഒരു വാസ്തവമുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു പ്രകാശം നമുക്ക് വന്നിരിക്കുന്നത്. അതെ അതെ, കേരളത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കൃത്യവിലോപം മറച്ചു വെക്കുമ്പോൾ തന്നെ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. കൃത്യവിലോപം, സമയത്തിന് പദ്ധതികൾ കൊടുക്കുക, അതിനാവശ്യമായ റിക്വയർമെൻറ്റ്സ് കൊടുക്കുക, ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക, ഭൂമി അക്വയർ ചെയ്ത് കൊടുക്കുക, അങ്ങനെ ഡെവലപ്മെൻറ്റിൻ്റെ മിനിമം കാര്യങ്ങളുണ്ടല്ലോ, അത് ചെയ്തു കൊടുക്കുന്നതിലുള്ള താമസം പോലും പലപ്പോഴും കേന്ദ്രത്തിൻ്റെ തലയിൽ കുറ്റമായി ചാർത്തി കാണാറുണ്ട്. അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിലുണ്ട്. നിസ്സാരമായ ബാലിശമായ ചില വാദങ്ങൾ കേന്ദ്രത്തിനെതിരായി കൊണ്ടുവരാറുണ്ട് കേരള ഗവൺമെൻറ്. പ്രശാന്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. അപ്പോൾ ആരോഗ്യ വകുപ്പിലേക്ക് ആവശ്യമായ അർഹമായ പണം കേന്ദ്ര ഗവൺമെൻറ് തരാത്തത് ഇവിടുത്തെ ആശുപത്രികളുടെ വികസനത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആയുഷ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതാണ് എന്ന ഒരു ബോർഡ് അവിടെ വെക്കണം, പ്രധാനമന്ത്രിയുടെ ഒരു പടം കൂടി ചേർത്ത് വെക്കണം എന്നൊരു ഫയൽ ഒരു കമ്മ്യൂണിക്കേഷനിൽ എവിടെ ഉണ്ടത്രേ, സർക്കുലറിൽ. അത് പാടില്ല. കാരണം ആയുഷ് പദ്ധതിയിൽ കേന്ദ്രം തരുന്നതിനേക്കാൾ, തീർച്ചയായിട്ടും അങ്ങനെയല്ല, കേന്ദ്രത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ടതാണ്, കേരളത്തിൻ്റെ വകുപ്പാണ്. ആ വകുപ്പിൽ ചില പദ്ധതികളും അതുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ടും മാത്രമായിരിക്കുമല്ലോ കേന്ദ്രം തരിക. അപ്പോൾ അതിൻ്റെ മേജർ ഫണ്ട് കേരളത്തിൻ്റെതാണ്. അതുകൊണ്ട് അവിടെ പ്രധാനമന്ത്രിയുടെ പേര് വെക്കാൻ പറ്റില്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തം സൂചിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യമന്ത്രി പോലും വലിയ പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് നടപ്പുള്ള കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഞാനിതിൽ സൂചിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള ഈ വാദങ്ങൾ ബാലിശമാണെന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഇന്ന് ഈ വാർത്ത. കാരണം ഇത് ഒന്ന് കൊച്ചിൻ മെട്രോ ആണ്, മറ്റൊന്ന് വിഴിഞ്ഞം പോർട്ടാണ്, അഭിമാന പദ്ധതിയാണ്. രണ്ടും അങ്ങനെ നോക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ തന്നെ അഭിമാന പദ്ധതികളാണ് രണ്ടും. ആ അർത്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ പടം വെക്കാനോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഘോഷിക്കാനോ പറ്റിയതല്ല, രണ്ടും കേരളത്തിൻ്റെ പദ്ധതികളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ബാലിശ്യമായ വാദങ്ങളൊന്നും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന്, സമ്മർദ്ദങ്ങളൊന്നും, അത്തരത്തിലുള്ള ഡിമാൻഡുകളൊന്നും ഉണ്ടായിരിക്കാൻ സാധ്യത കുറവാണെന്നാണ് ഞാൻ ധരിക്കുന്നത്. ഇതൊക്കെ ഒരു കേന്ദ്രവിരുദ്ധ പ്രചാരണത്തിൻ്റെ ഭാഗമാകാനേ വഴിയുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള ചില ചിന്തകളിലേക്ക് കൂടി ഈ ഫണ്ട് അലോക്കേഷൻ, ഈ അലോട്ട്മെൻറ്റ്, ഇത് സൂചിപ്പിക്കുന്ന വളരെ വ്യക്തമായ ഒരു കാര്യങ്ങളുണ്ട്. അതായത് വളരെ കൃത്യമായി പദ്ധതികൾ തയ്യാറാക്കി സമയത്തിനത് സമർപ്പിച്ച് അത് എന്താ പറയണ്ടേ, നീതി ആയോഗിൻ്റെയും മറ്റും പാരിസ്ഥിതിക അനുമതിയും മറ്റും കൃത്യമായിട്ട് വാങ്ങിച്ചെടുത്താൽ
ഫണ്ട് വരേണ്ട ഫണ്ട് കേരളത്തിന് വരും. ഈ ഫണ്ട് ഇവിടെ വരുന്നത് കൊണ്ട് കേരളത്തിന് തന്നെയാണ് ഗുണം. നമ്മുടെ വികസനം മാത്രമല്ല, ആ പണം ഇവിടെ ചിലവഴിക്കുന്നതോടുകൂടി നമ്മുടെ നാട്ടിലെ തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കുന്നു, നമ്മുടെ നാട്ടിന് വരുമാനം കൂടുതലുണ്ടാകുന്നു. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 1 കോടി രൂപയുടെ ചരക്ക് നീക്കം ഒരു കപ്പൽ വന്നിട്ട് പോകുമ്പോൾ നടക്കുമെന്നൊക്കെയാണ് ഏറ്റവും പുതുതായിട്ട് വരുന്ന വാർത്തകൾ വിഴിഞ്ഞത്തെ സംബന്ധിച്ച്. ഈ വിഴിഞ്ഞം ഒരു വലിയ അതിന് ഒരുപാട് ഭൂമിയൊക്കെ ഏറ്റെടുക്കാനുണ്ട്. വലിയ തോതിൽ ഈ തുറമുഖം വന്നു കഴിഞ്ഞാൽ കരയിൽ വലിയ തോതിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കണം. റോഡ്, റെയിൽ ഗതാഗത സൗകര്യങ്ങൾ വേണം. അപ്പോൾ മോദി സർക്കാർ അതുകൊണ്ടാണ് ആ കഴക്കൂട്ടം-കാരോട് ബൈപ്പാസൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പണിഞ്ഞ് തീർക്കുന്നത്. ഇപ്പോൾ ഇതാ ഈഞ്ചക്കിലും ബൈപ്പാസ് വരാൻ പോവുകയാണ്, മേൽപ്പാലം വരാൻ പോവുകയാണ്. ഒപ്പം ബാലരാമപുരത്തുനിന്ന് അണ്ടർഗ്രൗണ്ട് വഴി പൂർണ്ണമായിട്ടും അണ്ടർഗ്രൗണ്ട് അല്ല, കുറേ ഭാഗങ്ങൾ അണ്ടർഗ്രൗണ്ടാണ്. വിഴിഞ്ഞത്തേക്ക് റെയിൽപാത വരുന്നു. അപ്പോൾ ഇതൊക്കെ വാസ്തവം പറഞ്ഞാൽ റെയിൽപാത കൂടെ വന്നാലേ വിഴിഞ്ഞത്തിൻ്റെ പരിപൂർണമായ പ്രയോജനം നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ഈ പദ്ധതി വന്നതുകൊണ്ട് മാത്രം നമുക്ക് ഗുണമുണ്ടാവില്ല. അതിനോടൊപ്പം അടിസ്ഥാന സൗകര്യങ്ങളും വികസിച്ച് വരണം. ആ അടിസ്ഥാന സൗകര്യ വികസനം കൂടെ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൻ്റെ സഹായവും പങ്കാളിത്തവും വാങ്ങിയെടുക്കണം. അതിനുള്ള മിടുക്ക് നമ്മൾ കാണിക്കണം. എനിക്ക് ഇതിന് മുമ്പ് ഇപ്പോൾ വിഴിഞ്ഞത്തെ തുറമുഖ വകുപ്പിൻ്റെ ചുമതല നമ്മുടെ മന്ത്രി വാസവനാണ്. അദ്ദേഹം വലിയ കുഴപ്പമില്ലാതെ ഭരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കുറച്ച് നാളെ ആയുള്ളൂ അദ്ദേഹം ചുമതല ഏറ്റെടുത്തിട്ട്. അതിനു മുമ്പ് നമ്മുടെ അഹമ്മദ് ദേവർ കോവിലായിരുന്നു. അദ്ദേഹം അവിടെ ഇരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടന്നിരുന്നു. അന്ന് അതിൻ്റെ MD ആയിരുന്നത് അദീല അബ്ദുള്ള IAS ആണ്. ഇവർ രണ്ടുപേരും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ഈ ഒരു പത്രസമ്മേളനത്തിൽ പത്രക്കാരെല്ലാം കൂടെ അദാനിയോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് കിട്ടാനുള്ള കാശൊക്കെ കിട്ടിയോ? കുടിശ്ശിക 85 കോടി രൂപ കുടിശ്ശികയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദാനി പറഞ്ഞ മറുപടി, എന്നേ കിട്ടി കുടിശ്ശിക? ഞങ്ങൾക്കിപ്പോൾ 1 രൂപയും കുടിശ്ശികയില്ല, എല്ലാം കിട്ടി. ഇനി ഇപ്പം നടന്ന കാര്യങ്ങളുടേത് മാത്രമേ ഉള്ളൂ, അത് ആകുന്നതല്ലേ ഉള്ളൂ. ഈ പണി ചെയ്യാതെ നമുക്ക് കൈനീട്ടി ചോദിക്കാൻ പറ്റുമോ എന്നായിരുന്നു അവരുടെ മറുപടി. അപ്പോൾ ഇതൊക്കെ കേരളത്തിന് വലിയ അഭിമാനം നൽകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ സഹായം വളരെ കൃത്യമായിട്ട് നേടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ വേണ്ട ഉത്സാഹം കാണിക്കണം, അതിനുള്ള മാന്യത കാണിക്കണം, അതിനുള്ള മര്യാദയും കാണിക്കണം. തീർച്ചയായിട്ടും ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഇത്രമേൽ സൗമ്യമായും ശാന്തമായും ആണ് മുന്നോട്ട് പോകേണ്ടത് എന്ന പാഠം ഈ വാർത്തയിൽ നമ്മൾ വായിക്കുന്നു. അത് വലിയ ആശ്വാസമാണ് തീർച്ചയായിട്ടും കേരളീയർക്കുണ്ടാക്കുന്നത്. അതെ.